ലോകത്തിലെ ഏറ്റവും വലിയ വാർത്ത ഭാരതത്തിലാണെങ്കിൽ, പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് മറ്റേതെങ്കിലും സംസ്ഥാനത്തിലുള്ളതാണെങ്കിൽ കേരളത്തിൽ ആ വാർത്തയ്ക്ക് വലിയ ഗുമ്മൊന്നും ഉണ്ടാവില്ല. പറഞ്ഞു വന്നത് ഉത്തർപ്രദേശിൽ നടക്കുന്ന മഹാകുംഭമേളയെക്കുറിച്ചാണ്. സോഷ്യൽ മീഡിയയിലെ റീച്ചുകൾക്ക് വേണ്ടി മലയാളം ചാനലുകൾ ചില റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ടെങ്കിലും വാർത്തകളിൽ അതിൻ്റെ പ്രാധാന്യം അവർ കാണിക്കാറില്ല. എന്നാൽ 45 ദിവസം കൊണ്ട് 45 കോടിയിലധികം ആളുകൾ വന്നു ചേരുന്ന 4000 ഹെക്ടർ പ്രദേശം, അവർ മുങ്ങി നിവർന്നു പോകുന്ന നദീതീരം എന്നത് സിനിമകളിൽ പോലും എത്ര ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ പോലെയും കാണിക്കാൻ പറ്റാത്തത്രയും അവിശ്വസനീയമാണ്. അതായത് ഓരോ ദിവസവും 1 കോടി പേർ വന്നു പോകുന്ന ഒരു നഗരമെന്ന് പറഞ്ഞാൽ മലയാളിക്ക് മനസ്സിലാകണമെങ്കിൽ മണ്ഡലകാലത്ത് 41 ദിവസം കൊണ്ട് ശബരിമലയിൽ വന്നു പോകുന്ന അത്രയും ആളുകൾ ഒറ്റ ദിവസത്തിൽ കേരളത്തിൽ വന്നു പോയാൽ എങ്ങനെയുണ്ടാകും? അങ്ങനെ ഒരു 45 ദിവസം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതിന് എത്ര ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും വേണ്ടിവരും. ഒരു ദേശീയ ഗെയിംസ് പോലും മര്യാദയ്ക്ക് നടക്കാൻ കഴിയാത്തതുകൊണ്ട് വേണ്ടെന്ന് വെച്ച കേരളത്തിന് ഇതൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്ന ഒളിമ്പിക്സ്, ലോക ഫുട്ബോൾ തുടങ്ങിയ മാമാങ്കത്തിൽ പോലും നേരിട്ട് പങ്കെടുക്കുന്നത് പരമാവധി 3 കോടി ജനങ്ങൾ മാത്രമാണ്. അപ്പോഴാണ് അതിൻ്റെ 12 മടങ്ങ് ജനങ്ങൾ പങ്കെടുക്കുന്ന മഹാകുംഭമേളയുടെ വിശാലത നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്നാൽ മലയാളി നാഴികയ്ക്ക് 40 വട്ടം കുറ്റം പറയുന്ന യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവിടെ പൂ പറിക്കുന്നത് പോലെ സിമ്പിളായി അത് നടത്തിച്ച് കാണിച്ചു തരുന്നത് ഒരു ലോകാത്ഭുതം തന്നെയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷവും യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷവും മാത്രമാണോ കുംഭമേള നടക്കുന്നത് ഇത്ര ആഘോഷിക്കാൻ എന്ന് ചോദിക്കുന്നവരും ഇവിടെ ഉണ്ടാകും. പക്ഷേ വ്യത്യാസം പ്രകടമാണ്. ഭാരതത്തിൻ്റെ ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് അതിൻ്റെ സംസ്കാരം നിലനിർത്താൻ താല്പര്യമുള്ള ഭരണാധികാരികളും ഭാരതത്തിൻ്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ഇകഴ്ത്തിയും കളങ്കപ്പെടുത്തിയും ഇല്ലാതാക്കാൻ ശ്രമിച്ചിരുന്ന ഒരു ഭരണകൂടവും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് ഞാൻ വ്യക്തമാക്കിത്തരാം. മലയാളി വിശദമായി അറിയേണ്ടതുണ്ട് കുംഭമേളയുടെ ചരിത്രവും വർത്തമാനവും. ശരിയാണ്, യോഗി ആദിത്യനാഥിനും നരേന്ദ്രമോദിക്കും 1000-2000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഭാരതത്തിൽ കുംഭമേള നടക്കുന്നുണ്ട്. ലിഖിതമായ രേഖ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചൈനീസ് സഞ്ചാരിയായിരുന്ന ഹുയാൻസാങ് AD 644 അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥത്തിൽ ഈ കുംഭമേള എന്ന ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും ഭക്തരെത്തി ഗംഗാസ്നാനം ചെയ്യുന്ന ആചാരത്തെക്കുറിച്ചും ആഘോഷത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. 1700 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ലോകമാകെയുള്ള 5 ലക്ഷം ഭക്തർ ഇവിടെ എത്തി ഗംഗാസ്നാനം നടത്തിയിരുന്നതായാണ്. 1882 കുംഭമേളയുടെ കണക്കുകൾ രേഖകൾ പ്രകാരം ഇങ്ങനെയാണ്. 20,288 രൂപയാണ് കുംഭമേളയുടെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി 1882 ചെലവഴിച്ചത്. ഇന്നത്തെ രൂപയുമായി തുല്യം ചെയ്താൽ ഏതാണ്ട് 3,65 ലക്ഷം രൂപ. എന്നാൽ ഏതാണ്ട് 50,000 രൂപയുടെ വരുമാനമാണ് അന്നത്തെ കുംഭമേളയിൽ നിന്ന് ഉണ്ടായത്. 1894 കുംഭമേളയുടെ കണക്കുകൾ പ്രകാരം എത്തിയത് 10 ലക്ഷം ഭക്തരാണ്. ചെലവ് അന്നത്തെ 69,427 രൂപ, അതായത് ഇന്നത്തെ 10.5 കോടി രൂപയ്ക്ക് തുല്യം. അതിൽ നിന്നും ഇരട്ടിയിലധികം ലാഭം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ശരിയായ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ കുംഭമേള പോലെ പല ഹൈന്ദവാചാരങ്ങളും ആഘോഷങ്ങളും സർക്കാരിന് ഒരു പ്രധാനപ്പെട്ട വരുമാനമാർഗം കൂടിയാണ് എന്ന് തെളിയിക്കുന്നു. പണ്ട് നമ്മളുടെ കൊച്ചു കേരളത്തിൽ 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന മാമാങ്കമെന്ന ആഗോള സാംസ്കാരിക വ്യാപാര മഹോത്സവം തന്നെ ഉദാഹരണം. എന്നാൽ നമുക്ക് അതിൻ്റെ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും അഭിമാനം തോന്നി മുന്നോട്ട് കൊണ്ടുപോകാൻ ആയില്ല. എന്നാൽ അതേ മാമാങ്കത്തിന് തുല്യമായ ഗ്ലോബൽ ഫെസ്റ്റിവൽ ഇന്ന് ദുബായ് എല്ലാ വർഷവും നടത്തി കോടികൾ വരുമാനം നേടുന്നു. നമ്മളും അതിൽ പങ്കെടുക്കാൻ നമ്മുടെ പണം ചെലവാക്കി ദുബായിലേക്ക് പോകുന്നു. എന്താ കഥയല്ലേ? നമ്മുടെ അഭിമാനമായിരുന്ന മാമാങ്കം നടന്നിരുന്ന പ്രദേശത്തിൻ്റെ ഇന്നത്തെ ഗതി എന്തെന്നുള്ള സ്റ്റോറി കൂടി ഞാൻ നേരത്തെ ചെയ്തതിൻ്റെ ലിങ്ക് അവസാനം ചേർക്കാം. അതും മലയാളികൾ കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. കുംഭമേളയുടെ ചരിത്രത്തിലേക്ക് തന്നെ തിരികെ വന്നാൽ, സ്വതന്ത്ര ഭാരതത്തിൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് 1954 കുംഭമേള നടന്നിരുന്നു. അതിൽ പങ്കെടുക്കാൻ നെഹ്റു ഉൾപ്പെടെയുള്ള പല VIP-മാരും പോവുകയും ചെയ്തിരുന്നു. എന്നാൽ മിസ് മാനേജ്മെൻറ്റ് മൂലം സാധാരണ ഭക്തർക്ക് ഗംഗാസ്നാനം നടത്താൻ കഴിയാതെ വലിയ തിരക്കുണ്ടാവുകയും ഏതാണ്ട് 2000-ഓളം ഭക്തർ അന്ന് അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു. തിരക്കുണ്ടാകുന്നതും മരണം സംഭവിക്കുന്നതും മനഃപൂർവ്വമല്ലല്ലോ. അതിൽ സർക്കാരിനെ എന്തിനാണ് കുറ്റം പറയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ സർക്കാരിൻ്റെ റിപ്പോർട്ട് പ്രകാരം കുംഭമേളയിൽ പങ്കെടുക്കാൻ വന്ന് മരണമടഞ്ഞവർക്ക് അവർ നൽകിയ പേരാണ് കഷ്ടം. മരണമടഞ്ഞവർ ബെഗ്ഗേഴ്സ് ആയിരുന്നത്രേ, യാചകർ. എന്നാൽ സ്വർണ്ണമാല അണിഞ്ഞ മൃതദേഹങ്ങളുടെ ഫോട്ടോ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ പ്രതിരോധത്തിലായ നെഹ്റു അവിടെ കൊല്ലപ്പെട്ട എല്ലാവരുടെയും മൃതദേഹം ഒന്നിച്ച് കത്തിച്ച് കളയാനാണ് നിർദ്ദേശിച്ചത്. അതാണ് കുംഭമേളയോടും
ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തോടും നെഹ്റുവും കോൺഗ്രസും നൽകിയിരുന്ന ആദരവ്. വേണ്ട, കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് 2013 നടത്തിയ കുംഭമേളയുടെ ചരിത്രം കൂടി നമുക്കൊന്ന് നോക്കാം. സമാജ്വാദി പാർട്ടിയുടെ മുലായം സിംഗ് ആയിരുന്നു അന്ന് UP മുഖ്യമന്ത്രി. വിവാദ നായകനായ അസം ഖാനെയാണ് മഹാകുംഭമേളയുടെ നടത്തിപ്പിനായി ചെയർമാനാക്കി സമാജ്വാദി പാർട്ടി നിയമിച്ചത്. കുംഭമേളയ്ക്ക് വേണ്ടി കേന്ദ്രം നൽകിയ 341 കോടി രൂപ അടക്കം UP സർക്കാരിൻ്റെ ആകെ ബജറ്റ് 1214 കോടി രൂപയായിരുന്നു. എന്നാൽ അതിൽ ചെലവഴിച്ചത് വെറും 1017 കോടി രൂപ മാത്രം. കുംഭമേളയുടെ നടത്തിപ്പിനായി 800 കോടി രൂപ കൂടി കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങിയ സമാജ്വാദി പാർട്ടി സ്വന്തം ബജറ്റിൽ നിന്ന് ചെലവഴിച്ചത് വെറും 10 കോടി രൂപ മാത്രമാണ്. അതും മുഴുവൻ അഴിമതിയുടെ കഥകൾ പറയാനുള്ള ചെലവഴിക്കൽ മാത്രം. 2013 മഹാകുംഭമേളയിൽ വേണ്ടത്ര ബസ്സുകൾ അനുവദിക്കാതിരുന്നതിനാൽ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിരക്കിൽ മാത്രം കൊല്ലപ്പെട്ടത് 42 ഭക്തരാണ്. 12 കോടി ഭക്തർ ഗംഗയിൽ സ്നാനം ചെയ്യുമ്പോൾ സുരക്ഷയ്ക്കായി അവിടെ ഉണ്ടായിരുന്നത് വെറും 5 ഡൈവർമാർ മാത്രം എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പ്രാധാന്യമാണ് അവർ ഭാരതത്തിൻ്റെ ആത്മീയ ആചാരമായ കുംഭമേളയ്ക്ക് നൽകിയിരുന്നത്. കുംഭമേളയുടെ മുഖ്യ നടത്തിപ്പുകാരനായിരുന്ന അസം ഖാൻ്റെ രാജിക്കായി സമ്മർദ്ദമുണ്ടായെങ്കിലും അഖിലേഷ് യാദവ് ആ രാജി സ്വീകരിക്കാൻ തയ്യാറായില്ല. കാരണം സമാജ്വാദി പാർട്ടിയുടെ മുഖ്യ വോട്ട് ബാങ്കായ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനാണ് ഇതൊക്കെ എല്ലാ കാലത്തും സമാജ്വാദി പാർട്ടി ചേരുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് സമാജ്വാദി പാർട്ടി UP ഭരിക്കുന്ന കാലത്ത് ഉത്തർപ്രദേശിൻ്റെ തീർത്ഥാടക ടൂറിസം പദ്ധതികളിൽ എല്ലായ്പ്പോഴും മുഗൾ നിർമ്മാണങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. കാശിയും വാരണാസിയും അയോധ്യയും കുംഭമേളയുമടക്കം നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള UPയിൽ താജ്മഹലിനെയാണ് അവർ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് മുഖമായി കാണിച്ചിരുന്നത്. എന്നിട്ടും 12,000 കോടി രൂപയുടെ നികുതി വരുമാനമാണ് ഉത്തർപ്രദേശിന് 2013 കുംഭമേളയിൽ നിന്ന് മാത്രം ലഭിച്ചത്. ഇത്തവണ അതേ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചോദിക്കുന്നത് എന്തിനാണ് നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും കുംഭമേളയ്ക്കായി ഇത്രയും പണം മുടക്കുന്നതെന്നാണ്. അതേ 2013 ഉത്തർപ്രദേശിൽ നടന്ന കുംഭമേളയിൽ പങ്കെടുക്കാൻ അതീവ താല്പര്യത്തോടെ വന്നിട്ട് മലീമസമായ ഗംഗ കണ്ട് അതിൽ ഇറങ്ങാൻ കഴിയാതെ, സ്നാനം ചെയ്യാൻ കഴിയാതെ കണ്ണ് നിറഞ്ഞ് ഇന്ത്യയുടെയും ഉത്തർപ്രദേശിൻ്റെയും ഭരണകൂടത്തെ നോക്കി പരിഹസിച്ച് തിരികെ പോയ മൗറീഷ്യസ് പ്രധാനമന്ത്രി അടക്കം നിരവധി പ്രമുഖന്മാരുടെ കഥ പറയാനുള്ള അതേ നാട്ടിൽ ഇന്ന് ആഹ്ലാദത്തോടെ അതീവ താല്പര്യത്തോടെ ലോകം ഒഴുകിയെത്തുകയാണ്. സംതൃപ്തിയോടെ അതേ ഗംഗയിൽ മുങ്ങി നിവരാൻ. അതിനെക്കുറിച്ച് യോഗി ആദിത്യനാഥ് തന്നെ 2019 കുംഭമേള സമയത്ത് പറഞ്ഞത് നിങ്ങളൊന്ന് കാണണം. मैं स्वयं संकोच कर रहा था इस बात को लेकर के, क्योंकि 2013 में कुंभ में मॉरिशस के प्रधानमंत्री आए थे, संगम में गए थे, गंदगी देख करके स्नान की बात तो दूर आचमन भी नहीं कर पाए थे और वैसे लौट करके चले गए थे. ഗംഗയുടെ പരിശുദ്ധി ലോകത്തെ അറിയിക്കാൻ തെളിവായി ഇന്ന് മുന്നിൽ നിൽക്കുന്നത് കഴിഞ്ഞ 2 മാസമായി എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അതേ ഗംഗയിൽ മുങ്ങി ലോകത്തെ കാണിക്കുന്ന ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെയാണ്. ഗംഗാ സ്നാനം ചെയ്ത് ലോകത്തെ ഇങ്ങോട്ട് ക്ഷണിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ഇനി 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 15 വരെ നടക്കുന്ന മഹാകുംഭമേളയെക്കുറിച്ച് കൂടുതൽ പറയാം. അതിനു മുമ്പ് ഒന്നുകൂടി അറിയണം, എന്താണ് ഈ മഹാകുംഭമേള, എന്തിനാണ് ഈ മഹാകുംഭമേള. അസുരന്മാർ ദേവലോകം കീഴ്പ്പെടുത്താൻ തക്ക ശക്തരായി വളർന്ന ഒരു കാലത്ത് അസുരന്മാരെ പരാജയപ്പെടുത്താൻ പാലാഴി കടഞ്ഞെടുത്ത അമൃത് അത്യാവശ്യമാണെന്നുള്ള മഹാവിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം അസുരന്മാരുടെ കൂടി സഹായത്തോടെ നാഗരാജാവായ വാസുകി ഉപയോഗിച്ച് പാലാഴി കടഞ്ഞ് അമൃതെടുത്ത ആ പുരാണ കഥ എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ. അങ്ങനെ പാലാഴി മഥനത്തിൽ നിന്നുണ്ടായ പല വിശിഷ്ട വസ്തുക്കളിൽ അവസാനം ലഭിച്ച അമൃത് ദേവേന്ദ്രൻ്റെ മകൻ ദേവലോകത്തേക്ക് കൊണ്ടുപോകും വഴി ഭൂമിയിൽ 4 നദീതീരങ്ങളിൽ വീണതായാണ് സങ്കല്പം. ആ പ്രദേശമാണ് ഹരിദ്വാർ, പ്രയാഗ്രാജ്, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങൾ. അവിടെയാണ് ഈ കുംഭമേളകൾ നടക്കുന്നത്. ഒരു പ്രത്യേക രാശിയിൽ ഗ്രഹങ്ങൾ വരുമ്പോൾ ഈ 4 സ്ഥലത്തും നദിയിലേക്ക് ഔഷധ ഗുണങ്ങൾ ആവാഹിക്കുമെന്നും ആ സമയത്ത് സ്നാനം നടത്തിയാൽ അനുപമമായ ഫലങ്ങളും അനുഗ്രഹങ്ങളും മുക്തിയും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഈ 4 പ്രദേശത്തിൽ ഏത് സമയത്ത് എവിടെയാണ് കുംഭമേള നടക്കേണ്ടത് എന്നത് വ്യക്തമായി തന്നെ വിഷ്ണു പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. जब सूर्य सिंह राशि और बृहस्पति सिंह या कर्क राशि में होता है तो कुंभ मेला नासिक में लगता है. वहीं जब मेष राशि में सूर्य का प्रवेश और सिंह राशि में बृहस्पति का प्रवेश होता है तब अवंतिका यानी उज्जैन में कुंभ का आयोजन किया जाएगा. इसके अलावा जब सूर्य और चंद्रमा मकर राशि में होते हैं और बृहस्पति वृषभ राशि में होता है तब कुंभ मेला प्रयागराज में आयोजित होता है. वहीं जब सूर्य मेष राशि और बृहस्पति कुंभ राशि में होता है तो कुंभ मेला हरिद्वार में आयोजित होता है. പ്രധാനപ്പെട്ട കുംഭമേള 12 വർഷത്തിലൊരിക്കൽ നടക്കുന്നത് എന്നതിൻ്റെ ഐതിഹ്യം അമൃതിനായി ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടന്ന യുദ്ധം 12 ദിവസം നീണ്ടുനിന്നു എന്നാണ്. ദേവന്മാരുടെ ഒരു ദിവസം മനുഷ്യരുടെ ഒരു വർഷമായാണ് കണക്കാക്കുന്നത്.
അങ്ങനെയാണ് 12 വർഷത്തെ ഇടവേള മഹാകുംഭമേളയ്ക്ക് ഉണ്ടായത്. അതുകൂടാതെ 6 വർഷത്തിലൊരിക്കൽ അർദ്ധ കുംഭമേളകളും നടക്കാറുണ്ട്. ഇത്തവണത്തെ കുംഭമേളയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 12 വർഷത്തെ ഇടവേളകളിൽ തന്നെ 12 പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷം 144 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്നതാണ് 2025 മഹാകുംഭമേള എന്നുള്ളത് തന്നെയാണ്. ഓരോ രാശിയിലും ഓരോ ഗ്രഹങ്ങളുടെ സ്ഥാനമനുസരിച്ചാണ് ഈ 4 പ്രദേശങ്ങളിൽ എവിടെയാണ് കുംഭമേള നടത്തുക എന്ന് വിധിക്കപ്പെടുന്നത്. അങ്ങനെയാണ് യോഗി ആദിത്യനാഥിൻ്റെ പ്രയാഗ്രാജിന് ഈ സുവർണാവസരം 2025 ലഭിച്ചത്. അത് അദ്ദേഹവും മോദിയും അത്യധികം ഭക്തിയോടെയും സന്തോഷത്തോടെയും ഉത്തരവാദിത്തോടെയും ചെയ്യുന്നു എന്നത് ഇനിയുള്ള ഭാഗം കൂടി കണ്ടാൽ ആരും സമ്മതിക്കും. 2017 യോഗി ആദിത്യനാഥ് അധികാരത്തിലെത്തിയതിനു ശേഷം 2019 അർദ്ധകുംഭമേള സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. 2013 മൗറീഷ്യസ് പ്രധാനമന്ത്രി ഗംഗാസ്നാനം ചെയ്യാൻ കഴിയാതെ തിരികെ പോയത് മനസ്സിലുണ്ടായിരുന്ന മോദിയും യോഗിയും 2 വർഷം കൊണ്ട് ശുചീകരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി പ്രധാനമന്ത്രി തന്നെ സ്വയം സ്നാനം ചെയ്ത് ഗംഗയുടെ ശുചിത്വം ലോകത്തെ ബോധ്യപ്പെടുത്തി അന്ന് തിരികെ പോയ അതേ മൗറീഷ്യസ് പ്രധാനമന്ത്രിയെ അതിഥിയായി വിളിച്ചാണ് പ്രായശ്ചിത്തം ചെയ്തത്. लेकिन इस बार मॉरिशस के प्रधानमंत्री से मैंने आग्रह किया, उन्होंने अपना कार्यक्रम भी दिया. स्नान का पहला कोई कार्यक्रम नहीं था, लेकिन जब संगम में स्वच्छता देखी और एक साथ पर्याप्त मात्रा में जल और हजारों लोगों को डुबकी लगाते हुए देखा, रोक नहीं पाए. अपने परिवार के साथ वे भी डुबकी लगा ली वहां पर. അതിനുശേഷം 2025 നടക്കാൻ പോകുന്ന മഹാകുംഭമേളയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവർ നേരത്തെ തന്നെ ചെയ്തു തുടങ്ങി. ടെമ്പിൾ ടൂറിസത്തിൽ നിന്ന് മാത്രം വർഷം 50,000 കോടി രൂപയുടെ നികുതി വരുമാനം ലക്ഷ്യം വെച്ചുള്ള മോദി യോഗി ടീമിൻ്റെ കൃത്യമായ ആസൂത്രണം ഇന്നത്തെ മഹാകുംഭമേളയിൽ ദൃശ്യമാണ്. ഏതാണ്ട് 7,000 കോടി രൂപയാണ് മഹാകുംഭമേളയുടെ നടത്തിപ്പിനായി ഉത്തർപ്രദേശ് സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 2,100 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായമായാണ് UPക്ക് ലഭിച്ചത്. പ്രയാഗ്രാജ് എന്ന് യോഗി പേര് മാറ്റിയ പഴയ അലഹബാദിൽ ഇന്ന് എല്ലാ റോഡുകളും 4 വരി 6 വരിയാണ്. നദിക്ക് കുറുകെയുള്ള പാലങ്ങളും ഫ്ലൈ ഓവറുകളും താൽക്കാലിക പാലങ്ങളും ടെൻറ്റ് സിറ്റിയും അടക്കം വിശാലമായ പദ്ധതിയാണ് ഉത്തർപ്രദേശ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. പെർമനൻറ്റ് ടെൻറ്റ് സിറ്റിയും ഘാട്ടുകളും കൂടാതെ 1.5 ലക്ഷം താൽക്കാലിക ടെൻറ്റുകളും 1.5 ലക്ഷം താൽക്കാലിക ടോയ്ലറ്റുകളും വിശാലമായ പാർക്കിംഗ് സംവിധാനവും 67,000-ഓളം സ്ട്രീറ്റ് ലൈറ്റുകളും നിതാന്ത സേവന സന്നദ്ധരായി പോലീസും ശുചീകരണ തൊഴിലാളികളും അത്യാധുനിക ക്യാമറകൾ, ഡ്രോണുകൾ, ഫേസ് ഡിറ്റക്ഷൻ സംവിധാനമടക്കമുള്ള സുരക്ഷാ സജ്ജീകരണങ്ങൾ. 45 ദിവസത്തിൽ ലോകമാകെ നിന്നെത്തുന്ന 45 കോടിയിലധികം ഭക്തരെ സ്വീകരിക്കാൻ ഉത്തർപ്രദേശ് ഇന്ന് എല്ലാ അർത്ഥത്തിലും തയ്യാറാണ് എന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത്. കുംഭമേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കേവലം ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പാർക്കിംഗ് സംവിധാനം അടക്കം ഒരുക്കി നൽകുകയാണ് യോഗിയും മോദിയും ചേർന്ന്. 5 കിലോമീറ്റർ അകലെ ഒരുക്കിയിരിക്കുന്ന പാർക്കിംഗ് സംവിധാനത്തിൽ പാർക്കിംഗ് സ്ലോട്ടുകൾ പോലും അനുവദിക്കുന്നത് AI സംവിധാനം വഴിയാണ്. पहली बार कुंभ आयोजन में AI चैटबॉट का प्रयोग होगा. AI चैटबॉट के माध्यम से 11 भारतीय भाषाओं में कुंभ से जुड़ी हर तरह की जानकारी हासिल की जा सकेगी. इस चैटबॉट से कोई भी टेक्स्ट टाइप करके या बोलकर किसी भी तरह की मदद मांग सकता है. 2013 16 സ്ക്വയർ കിലോമീറ്ററിലാണ് കുംഭമേളയ്ക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നതെങ്കിൽ ഇത്തവണ 2,400 ഹെക്ടർ പ്രദേശം കൂടി അധികമായി യോഗി സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഗംഗയിൽ 18 താൽക്കാലിക പാലങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് 30-ന് മേലെയാണ്. പുതിയ സ്ഥിരം പാലങ്ങൾ വേറെയും. കഴിഞ്ഞ തവണ 14 സെക്ടറുകളിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നതെങ്കിൽ ഇത്തവണ അത് 25 സെക്ടറുകളിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. 400 കിലോമീറ്ററിലധികം താൽക്കാലിക റോഡുകൾ ഈ മഹാകുംഭമേളയ്ക്ക് മാത്രമായി നിർമ്മിച്ചിരിക്കുന്നു. 550 സ്പെഷ്യൽ ബസ്സുകളടക്കം 7,000 ബസ് സർവീസുകൾ വിവിധ നഗരങ്ങളിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് മാത്രം ഷട്ടിൽ സർവീസുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. 3,000 സ്പെഷ്യൽ ട്രെയിൻ സർവീസ് അടക്കം 13,000 ട്രെയിൻ സർവീസുകളാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒരുക്കിയിരിക്കുന്നത്. 23,000 CCTV ക്യാമറകൾ. ഏതാണ്ട് 45,000 കുടുംബങ്ങൾക്കാണ് കുംഭമേളയുടെ ഭാഗമായി ഉത്തർപ്രദേശ് ഗവൺമെൻറ് താൽക്കാലിക ജോലി നൽകിയിരിക്കുന്നത്. റിക്ഷാക്കാരും ടാക്സിക്കാരും കച്ചവടക്കാരും പൂവിൽക്കുന്നവരും ഭക്ഷണശാലകളും അടക്കം നിരവധി വരുമാന വർഗ്ഗങ്ങൾ വേറെയും. 7,000 കോടി രൂപ മുടക്കുന്ന ഉത്തർപ്രദേശ് സർക്കാർ നേരിട്ട് പ്രതീക്ഷിക്കുന്ന നികുതി വരുമാനം മാത്രം ഈ 45 ദിവസത്തിൽ 50,000 കോടി രൂപയാണ്. സംസ്ഥാനത്തിനാകെ ലഭിക്കാൻ പോകുന്നത് ഏതാണ്ട് 3 ലക്ഷം കോടി രൂപയും. കടം വാങ്ങിയും കേന്ദ്ര സഹായവും ഉൾപ്പെടെ കേരളത്തിൻ്റെ 2 വർഷത്തെ ആകെ ബജറ്റിനേക്കാൾ കൂടുതൽ തുക വെറും 45 ദിവസത്തിൽ ഉത്തർപ്രദേശ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതെന്താ കുംഭമേളയോ അതോ ബിസിനസ്സോ എന്ന് ചോദിച്ചാൽ അതെ, ബിസിനസ് തന്നെയാണ്. പക്ഷേ ഭാരതത്തിൻ്റെ ആത്മാവും സംസ്കാരവും പാരമ്പര്യവും അറിഞ്ഞുകൊണ്ടുള്ള മനസ്സിലാക്കിയുള്ള ബിസിനസ്. അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയുള്ള തീർത്ഥാടക ടൂറിസം ബിസിനസ് തന്നെ.
മലയാളിക്ക് ഇതൊക്കെ കണ്ടും കേട്ടും നെടുവീർപ്പിട്ടിരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ലോകമാകെ നിന്നുള്ള ഭക്തരെത്തുന്ന ശബരിമലയിൽ വരുന്ന ഭക്തരെ എത്രത്തോളം ബുദ്ധിമുട്ടിച്ച് ഇനി വരുത്താതിരിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് മുന്നിൽ മറ്റൊരു കണക്കും കൂടി യോഗി ആദിത്യനാഥ് പറഞ്ഞു വെക്കുന്നുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മാണം പൂർത്തിയാക്കി ദർശനത്തിന് തുറന്നുകൊടുത്തതിൻ്റെ 1 വർഷം ഈ ജനുവരിയിൽ പൂർത്തിയാകുമ്പോൾ കഴിഞ്ഞ വർഷം മാത്രം അയോധ്യയിൽ ദർശനത്തിനെത്തിയത് 17 കോടി ഭക്തരാണ്. അതിനു മുമ്പത്തെ വർഷം ഇത് വെറും 2.5 ലക്ഷം മാത്രമായിരുന്നു. UP മുഖ്യമന്ത്രി അഥവാ നാളത്തെ ഭാരത പ്രധാനമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ശരാശരി ഒരു ഭക്തൻ കേവലം അയോധ്യ ദർശനത്തിന് മാത്രം ട്രെയിൻ, ബസ് അല്ലെങ്കിൽ വിമാന ടിക്കറ്റിനായും സാധനങ്ങൾ വാങ്ങുന്നതിനായും മുറികൾ ബുക്ക് ചെയ്യുന്നതിനായും ഭക്ഷണത്തിനായും പൂജകൾക്കുമായി കുറഞ്ഞത് 5000 രൂപ ചെലവഴിച്ചു എന്ന് നോക്കിയാൽ പോലും കേവലം അയോധ്യ മാത്രം ഉത്തർപ്രദേശിന് കഴിഞ്ഞ 1 വർഷത്തിൽ നൽകിയത് 85,000 കോടി രൂപയാണ്. തീർച്ചയായും മലയാളിക്ക് ഇതൊക്കെ കണ്ട് നെടുവീർപ്പിട്ടിരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്ന എൻ്റെ പ്രസ്താവന ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. കാരണം ഇത് കേരളമാണ്. കേരളം ഇങ്ങനെയാണ്. Huge amount of money. I'm told over 9,000 crore rupees is being spent now. See, this is a secular country. Our constitution says it is secular. So public funds are not meant to be spent on promoting any religion. কুম্ভ মেলায় হাজার হাজার কোটি টাকা দিয়ে সাহায্য করেন কেন্দ্রীয় সরকার। कुंभ से आर्थिक गतिविधियों का विस्तार हम सभी देख रहे हैं। कैसे कुंभ से पहले इस क्षेत्र में आर्थिक गतिविधियों में तेजी आ रही है। लगभग 1.5 महीने तक संगम किनारे एक नया शहर बसा रहेगा, जहां हर रोज लाखों की संख्या में लोग आएंगे। पूरी व्यवस्था बनाए रखने के लिए प्रयागराज में बड़ी संख्या में लोगों की जरूरत पड़ेगी। 6,000 से ज्यादा हमारे नाविक साथी, हजारों दुकानदार साथी, पूजा पाठ और स्नान ध्यान कराने में मदद करने वाले सभी का काम बहुत बढ़ेगा। यानी यहां बड़ी संख्या में रोजगार के अवसर तैयार होंगे। सामाजिक मजबूती तो मिलेगी ही, लोगों का आर्थिक सशक्तिकरण भी होगा। परंतु यहाँ